ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസം ആവശ്യമാണോ? 5 കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 2, ഉപവാസം എന്തിനു വേണ്ടി, ഓരോന്നിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കുറേശ്ശെ. 3, ഉപവസിക്കുന്നവർ എങ്ങനെ ഉപവസിക്കണം. 4, ഉപവാസത്തിന് സമയക്ലിപ്തത ഉണ്ടോ. 5, ദൈവമക്കളുടെ ഉപവാസമല്ലാതെ വേറെ ഉപവാസം ഉണ്ടോ. ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. 1, ഉപവാസം ആവശ്യം ആണോ. കഴിഞ്ഞിടെ നമ്മുടെ മധ്യേ കടന്നു വന്ന ഒരു ദൈവദാസനെ, ഈ അടുത്ത കാലത്തൊന്നുമല്ല, ഞാൻ മുമ്പ് ഇവിടെ ശുശ്രൂഷകനായിരുന്ന 2002 ആ കാലഘട്ടത്തിൽ, ഞാനിവിടെ 8.5 വർഷം പാസ്റ്ററായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ ബിൽഡിങ് പണിയാനായിട്ടിടയായത്. അന്നുണ്ടായിരുന്ന ആൾക്കാർക്ക് അതറിയാം. ആ കാലഘട്ടത്തിൽ ഉപവാസത്തിന് ശുശ്രൂഷിക്കാൻ വിളിക്കുന്നവരെ ഞാൻ ഓരോ വീടുകളിലായിരുന്നു അവരെ ശുശ്രൂഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം ഞാൻ വന്നു കഴിഞ്ഞപ്പോഴെല്ലാം കൂടുതലും ഞങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പം ഈ 21 ദിവസം തന്നെ ഉപവാസത്തിന് വരുന്നവരെയൊക്കെ മിക്കവരെയും എൻ്റെ വീട്ടിലാണ് ഞങ്ങൾ കൊണ്ടുപോയി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ. ഞാൻ മുൻപ് ഇവിടെ ആയിരുന്നപ്പോൾ ഉപവാസത്തിന് ക്ഷണിച്ച ഒരു ദൈവദാസനെ ഒരു വീട്ടിൽ ഭക്ഷണത്തിനായിട്ട് ഞങ്ങളാക്കി. അദ്ദേഹം അവിടെ ഉച്ചഭക്ഷണത്തിനിരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. ആ വീട്ടുകാരൻ ഞങ്ങളോടൊപ്പം ഉപവസിക്കുന്ന വ്യക്തിയാണ് ദീർഘദിവസങ്ങൾ. അപ്പോൾ ഈ ദൈവദാസൻ ആ വീട്ടുകാരനോട് പറഞ്ഞു, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ പാടില്ല. ഈ ശരീരത്തെ നശിപ്പിക്കരുത്. മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. അതുകൊണ്ട് ഉപവസിച്ച് ശരീരത്തെ നശിപ്പിക്കരുതെന്ന്. ആ സഹോദരൻ വന്ന് എന്നോട് ആ കാര്യം പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ പാസ്റ്റർ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പറഞ്ഞേച്ചു പോയി, അതുകൊണ്ട് ഉപവാസമൊന്നും എടുക്കരുതെന്ന്. അതിൽ പിന്നെ ഞാൻ അദ്ദേഹത്തെ ഇതുവരെ എങ്ങും വിളിച്ചിട്ടില്ല ശുശ്രൂഷയ്ക്കായി. ഉപവാസം ആവശ്യമാണോ? എടുക്കാം. ഒറ്റ വാക്യം, ഒത്തിരി വാക്യങ്ങളുണ്ട്, എല്ലാം വായിക്കാൻ സമയമില്ല, സമയം മുമ്പിലില്ലല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 14-15 വാക്യം. യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകുമ്പോൾ പോകേണ്ടുന്ന നാൾ വരും, അന്നവർ ഉപവസിക്കും. ശ്രദ്ധിച്ച്, ഉപവാസം ആവശ്യമാണോ? മണവാളൻ കൂടെ ഉള്ളപ്പോൾ ഉപവസിക്കേണ്ട കാര്യം ഇല്ല. എന്നാൽ ഇപ്പോൾ മണവാളനില്ല. മണവാളനുണ്ടോ? ഇല്ല. പിതാവിൻ്റെ അടുക്കലേക്ക് കരേറിപ്പോയിരിക്കുക. എന്നാൽ താമസമിനാ മണവാളൻ വരും. നമ്മെ മണവാട്ടിയായി ചേർക്കുവാൻ ഈ മണവാളൻ താമസമിന പ്രത്യക്ഷപ്പെടും. ആ ഉറപ്പുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കാം. പക്ഷെ ഇപ്പോൾ മണവാളൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഉപവസിക്കണം. അപ്പോൾ ഉപവാസത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞിരിക്കാൻ പാടുള്ളത് അല്ല. യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു. കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എന്താ നിങ്ങൾ ഉപവസിക്കാത്തേ? മണവാളൻ കൂടെയുള്ളപ്പോൾ ഉപവസിക്കേണ്ട കാര്യമില്ല. മണവാളൻ നിങ്ങളെ വിട്ടുപോകുന്ന കാലം വരുന്നു. അപ്പോൾ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ മക്കൾ
ഉപവസിച്ചേ മതിയാവും. ഉപവാസം അനിവാര്യം ആണ്. ആരും തന്നെ ഉപവാസത്തിൽ നിന്ന് മാറിയിരിക്കുവാൻ പാടുള്ളത് അല്ല. കൃപയാൽ നമ്മുടെ ചർച്ചയിൽ ഇപ്രാവശ്യം 56 പേര് ദീർഘദിവസങ്ങളും ബാക്കിയുള്ളവർ ഭാഗികമായിട്ടും ഉപവസിക്കുക. എല്ലാവരും ഇതിനകത്ത് എല്ലാവരും ഉപവസിക്കുന്നുണ്ട്, എനിക്ക് നല്ലവണ്ണം അറിയാം. 2 പെട്ടെന്ന്, എന്തിനു വേണ്ടിയാണ് ഉപവാസം? നമ്മളെല്ലാവരും ഉപവസിക്കുക. എന്തിനു വേണ്ടിയാണ് ഉപവാസം? ഫോർ വാട്ട് പർപ്പസ്? അതിൻ്റെ പർപ്പസ് എന്താണ്? 1, ആലയത്തിൻ്റെ ശൂന്യത മാറാൻ വേണ്ടി. 1, ആലയത്തിൻ്റെ ശൂന്യത മാറുവാൻ വേണ്ടി. വാക്യം ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 7-8 വാക്യം. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. കരഞ്ഞവൾ പട്ടിണി കിടന്നു. ഉപവസിച്ചത് എന്തിനാ ഈ ഹന്ന ഉപവസിച്ചത്? ആലയത്തിന്റെ ശൂന്യത മാറാൻ. അവൾ നോക്കിയപ്പോൾ ആലയത്തിൽ ഏലി പുരോഹിതൻ ദൈവകൃപ നഷ്ടപ്പെട്ടു നിൽക്കുകയാ. അവൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. ദൈവമേ, നീ ഞങ്ങൾക്കൊരു പുരുഷ സന്തതിയെ തന്നാൽ അവനെ ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ അവനെ ഞങ്ങൾ സമർപ്പിക്കും. എന്താ കാര്യം? ദർശനമേറെയില്ല, വചനം ദുർലഭം. ഏലിയുടെ മക്കൾ പാപം ചെയ്യുകയാണ്, അനീതി പ്രവർത്തിക്കുക, മ്ലേച്ഛത പ്രവർത്തിക്കുക. ഇത് കണ്ടിവൾ മടുത്തു. അപ്പൊ നോക്കി, ആലയത്തിന്റെ ശൂന്യത മാറുവാൻ വേണ്ടി ഹന്ന ദൈവസന്നിധിയിൽ ഉപവസിക്കുക. മാത്രമല്ല, അതിനോടുള്ള ബന്ധത്തിൽ 69-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം ദാവീദ് പറയുന്ന ഒരു കാര്യം. 69-ന്റെ 10-ാമത്തെ വാക്യം. ഉപവാസത്താൽ ആത്മതപനം ചെയ്യുന്നു, അതും എനിക്ക് നിന്നയായി തീർന്നു. എന്തിനായി ആത്മതപനം ചെയ്യുന്നത്? അതിന് തൊട്ട് മുകളിലത്തെ വാക്യം. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് കണ്ടോ? എന്നെ തിന്നുകളഞ്ഞു. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ കരഞ്ഞു ഉപവാസത്താൽ ആത്മതപനം ചെയ്തു. കണ്ടോ? അപ്പൊ ദാവീദിന്റെ പ്രാർത്ഥന, ഉപവാസം എന്തിനു വേണ്ടിയാ? ആലയത്തെ കുറിച്ചുള്ള എരിവ്. അതായത് ദൈവസഭയെ കുറിച്ചുള്ള എരിവ്. അപ്പൊ നമ്മുടെ ഉപവാസം എന്തിനു വേണ്ടി? 1, ആലയത്തിന്റെ ശൂന്യതകൾ മാറുവാൻ. വാക്യങ്ങൾ ഒത്തിരിയുണ്ട്, എടുക്കുന്നില്ല. 2, രോഗശാന്തിക്ക് വേണ്ടിയുള്ള ഉപവാസം. രോഗ സൗഖ്യത്തിനു വേണ്ടിയുള്ള ഉപവാസം. ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകം 12-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്തു കടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. താഴെയുള്ള വാക്യം വായിക്കേണ്ട സമയമില്ലല്ലോ. അപ്പൊ തന്റെ കുഞ്ഞ് ദീനമായി കിടക്കുകയാ. ആ കുഞ്ഞിന്റെ സൗഖ്യത്തിനു വേണ്ടി ദാവീദ് എന്ത് ചെയ്തെന്നാ? ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞ് ഉപവസിച്ചു. അപ്പൊ സൗഖ്യം ലഭിക്കേണ്ടതിന് നാം ദൈവസ്ഥലിൽ എന്ത് ചെയ്യണം? ഉപവസിക്കണം. ഉപവസിച്ചേ ഒക്കത്തുള്ളൂ. ഒരു വാക്യം അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. 35-ാം സങ്കീർത്തനം. ഇതിപ്പോ ദാവീദിന്റെ സ്വന്തം കുടുംബത്തിന്റെ വിഷയമാണ്. എന്നാൽ ഇവിടെ വായിക്കുന്നു 35-ന്റെ 13-ാമത്തെ വാക്യം. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടുടുത്തു, ഉപവാസം കൊണ്ട് ഞാൻ ദാവീദ് പറയുക, ഞാനോ അവർ, ബഹുവചന പറയുന്നത്, മറ്റുള്ളവർ ദീനമായി കിടന്നത് അറിഞ്ഞാൽ എന്ത് ചെയ്യണം? രട്ടുടുത്തു. ഉപവസിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എന്തിനാ? രോഗസൗഖ്യം ആ വ്യക്തികൾക്കുണ്ടാകേണ്ടതിന്. ആമേൻ. അപ്പൊ രോഗസൗഖ്യത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം?
ഉപവസിക്കണം. നമ്മുടെ കാര്യം മാത്രമല്ല, ദാവീദ് തൻ്റെ കുഞ്ഞിന് വേണ്ടി ഉപവസിച്ചു രോഗം മാറാൻ. അതുമാത്രമല്ല, മറ്റുള്ളവരുടെ രോഗത്തിന് സൗഖ്യമുണ്ടാകാനും എന്ത് ചെയ്തെന്നാ? സ്വതന്ത്രമില്ലല്ലോ. ദൈവം നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ വിഷയം എടുക്കാൻ, അല്ലേ? നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയം എങ്ങനെ കിടക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ എടുക്കാൻ? പണ്ട് ആദിമ നൂറ്റാണ്ടിൽ അങ്ങനെയല്ല. ഒരു വീട്ടിൽ ഒരു വ്യക്തി രോഗിയായി കിടന്നാൽ സഭയായി ചെന്ന് അവിടെ അങ്ങ് കിടക്കും. ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിടുതൽ കണ്ടേ എഴുന്നേക്കത്തുള്ളൂ. അപ്പൊ നോക്കിയേ, മറ്റുള്ളവരുടെ രോഗത്തിന് സൗഖ്യമുണ്ടാകാൻ എന്ത് ചെയ്യണം? ഉപവസിക്കണം. അപ്പൊ രോഗശാന്തിക്ക് വേണ്ടി ഉപവസിക്കണം. 3, ഒരു ശുഭയാത്ര നമുക്കും നമ്മുടെ കുടുംബത്തിനും കുഞ്ഞുകുട്ടികൾക്കും നമ്മുടെ യൂത്ത്സിന് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു നല്ല ഭാവി ഉണ്ടാകുവാൻ എന്ത് ചെയ്യണം? ഉപവസിക്കണം. വാക്യം വായിപ്പിക്കുന്നില്ല. എസ്ര 8-ാം അധ്യായം നോട്ട്സ് എഴുതുന്നവർക്കായി 21, 23 വാക്യങ്ങൾ മതി. 3, 4 പ്രതികൂല സാഹചര്യം വരും. ക്ലേശങ്ങൾ, കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഉപവസിക്കണം. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 3-16 വാക്യങ്ങൾ വായിക്കാം. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും ഹാമാൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ എസ്തേറും ജനമെല്ലാം എന്ത് ചെയ്തു? ഉപവസിച്ചു. അവർ ഉപവസിക്കാൻ തുടങ്ങി. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എസ്തേറും ഉപവസിച്ച് നിലവിളിക്കുക. എന്തിനു വേണ്ടി? ഹാമാന്റെ തീർപ്പിനെ ദൈവം മാറ്റി എഴുതിപ്പിക്കാൻ. നിനക്കെതിരെ ശത്രു തീർപ്പ് പുറപ്പെടുവിച്ച് അവൻ പോരാടി നിൽക്കുമ്പോൾ, ദൈവ പൈതലേ, നിന്റെ ഉപവാസത്തിന്മേൽ സ്വർഗത്തിലെ ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കും. ആമേൻ. 5, സാത്താനോട് എതിർപ്പാൻ ഉപവാസം വേണം. സാത്താനെ ജയിക്കാനായിട്ട് എന്തോ വേണം? ഉപവാസം വേണം. മത്തായി എഴുതിയ സുവിശേഷം 17-21. മത്തായി 17. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ നീങ്ങിപ്പോകുന്നില്ല. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? പൈശാചിക ശക്തിയോട് ജയമെടുക്കണമെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ കായിക ശേഷി കൊണ്ട് നടക്കത്തില്ല. നടക്കുവോ? ഇല്ല. സാത്താന്റെ മേൽ ജയമെടുക്കണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. നമ്മോട് പൊരുതി നിൽക്കുന്ന സാത്താന്യ ശക്തികളുണ്ട്. അതിൻ്റെ മേൽ ജയമെടുക്കണമെങ്കിൽ ഉപവാസം വേണം. സ്തോത്രം. അപ്പൊ എന്തിനു വേണ്ടിയാ ഉപവസിക്കേണ്ടത്? നമ്മൾ ചിന്തിച്ചു. 3-ാമത്തെ കാര്യം, എങ്ങനെ ഉപവസിക്കണം? എങ്ങനെയാണ് ചുമ്മാ സഭ ഉപവസിക്കുന്നത്, എന്നാൽ ഞാനും അങ്ങ് ഉപവസിച്ചേക്കാം, അങ്ങനെയല്ല. എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? അതിനൊരു ഒരുക്കം ആവശ്യമാണ്. എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? 1, ഈ യെശയ്യാ പ്രവചനത്തിൽ ഒരു അധ്യായമുണ്ട്. അത് മുഴുവനും ഉപവാസത്തിൻ്റെ അധ്യായമെന്ന വേദപണ്ഡിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് 58 വായിക്കേണ്ട 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നോട്ട്സ് എഴുതാൻ വേണ്ടിയവർക്ക് പറയുക. യെശയ്യാവ് അത് ഉപവാസത്തിൻ്റെ അധ്യായമാണ്. 58 3 മുതൽ 7 വരെ നിങ്ങൾ വീടുകളിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. 1, എങ്ങനെയാണ് നമ്മൾ ഉപവസിക്കേണ്ടത്? പാപം ഉപേക്ഷിച്ച് ഉപവസിക്കണം. വാക്യം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യം.
അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കയില്ല. അവർ ഹോമയാഗവും ഉപവസിക്കുമ്പോ അവരുടെ നിലവിളി കേൾക്കത്തില്ലെന്ന് ദൈവം പറയുക. എന്താ കാര്യം? അവരുടെ ജീവിതത്തിൽ പാപം വെച്ചിരിക്കുക. അപ്പൊ ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് നാം എത്ര ഉപവസിച്ചാലും ആ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. അപ്പൊ ഒന്ന്, പാപം ഉപേക്ഷിക്കണം. നമുക്കറിയാം, നെഹമ്യാവിൻ്റെ പുസ്തകം എടുത്ത് നെഹമ്യാവ് 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. നെഹമ്യാവ് 9:1. എന്നാൽ ഈ മാസം 24-ാം തീയതി ഇസ്രയേൽ മക്കൾ ഉപവസിച്ചും രട്ടെടുത്തും തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് കൂടി വന്നു. ഇസ്രയേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും പൂഴി വാരിയിട്ട് ദൈവസന്നിധിയിൽ ഉപവസിച്ചും കൊണ്ട് അടുത്തു വന്നു. എങ്ങനെയാ വന്നത്? തങ്ങളുടെ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട്. അപ്പൊ ജീവിതത്തിൽ ഉപവസിക്കേണ്ടത് എങ്ങനെയാ? പാപം വിട്ടു വേണം ഉപവസിപ്പാൻ. രണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി പറയുകയാണ്. ഭാര്യ ഭർത്തൃബന്ധം ഉപേക്ഷിച്ചിട്ട് വേണം ഉപവസിക്കാൻ. വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി പറയുകയാണ്. ഭാര്യ ഭർത്തൃബന്ധം ഉപേക്ഷിച്ച് വേണം ഉപവസിക്കാൻ. വാക്യമുണ്ട്, എടുക്കാൻ നമുക്ക്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദാരിയാവേശ് രാജാവ് ചെയ്ത കാര്യം വായിച്ചേ. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി ദാനിയേലിന് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കിടേണ്ടി വന്ന സാഹചര്യം വന്നപ്പോൾ ദാരിയാവേശ് അരമനയിൽ ചെന്ന് അന്ന് രാത്രി ഉപവസിച്ചു. എങ്ങനെ ഉപവസിച്ചു? അടുത്ത വാക്യം. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഭാര്യ ഭർത്തൃബന്ധം ഉപേക്ഷിച്ച് വേണം ഉപവാസം. പുതിയ നിയമത്തിൽ അതുണ്ടോ? നമുക്ക് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോട് കൂടി അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. എന്ത് ചെയ്യാ? പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് മാത്രം വേർപെട്ടിരിക്കാം, അല്ലേ? അത് പരസ്പര സമ്മതത്തോടെ. ഇത് പ്രാർത്ഥന എന്ന മലയാളം ബൈബിൾ ഇരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ KJV ഉള്ളവരാരെങ്കിലും ഉണ്ടോ? KJV ബൈബിൾ, കിങ് ജെയിംസ് വേർഷൻ്റെ ബൈബിൾ ഉള്ളവരുടെ ആ വാക്യം ഒന്ന് വായിച്ച്. 1 കൊരിന്തി 7-ാം അധ്യായം 5-ാമത്തെ വാക്യം KJV-യിൽ ഞാൻ വായിക്കാം. 5-ാമത്തെ വാക്യം. Defraud ye not on the other, except it to be with consent for a time, that ye may give yourselves to fasting and prayer, and come together again, that Satan tempt you not for your incontinency. ഉണ്ടോ? ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ KJV-യിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ, ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ ഭാര്യ ഭർത്താവ് ബന്ധം പാടില്ല, വേർപെട്ടിരിക്കണം. പിന്നെ എപ്പോഴത്തേക്കും വേർപെട്ടിരിക്കരുത്. ഉണ്ടോ? ഇവിടെ വായിക്കുന്നുണ്ട്. ആ വാക്യം ഒന്നുകൂടെ എടുത്ത്. 1 കൊരിന്തി 7-ന്റെ പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കണം. അതായത് ഉപവാസം കഴിയുമ്പോൾ ഒരുമിച്ച് വേണം ജീവിക്കാൻ. ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. ഉപവാസ പ്രാർത്ഥനാ സമയത്ത് ഭാര്യ ഭർത്തൃബന്ധം പാടില്ല. ഒരു വാക്യം കൂടെ വായിക്കാം. എന്താ കാര്യം എന്നറിയാമോ? കാരണം ഉപവാസ പ്രാർത്ഥനകളിൽ വിശിഷ്ടമായ മേൽത്തരമായ ആഹാരമാണ് ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രാപിക്കണമെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം പാടില്ല. വാക്യം ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 21-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അതിന് പുരോഹിതൻ
ദാവീദ് പുരോഹിതനോട് ചോദിക്കുക, ഇവിടെ അപ്പം വല്ലതുകൊണ്ടോ? ഞങ്ങൾക്ക് വിശക്കുന്ന അപ്പം വേണം. അതിന് പുരോഹിതൻ ദാവീദിനോട് പറയുക, വിശുദ്ധമായ അപ്പമല്ലാതെ സമാനമായത് കൈവശമില്ല. ഒന്നുമില്ല. ഈ ആലയത്തിൽ മേശമേൽ നിത്യം അപ്പം മാറ്റിക്കൊണ്ടിരിക്കണം. അത് വിശുദ്ധമായ അപ്പമാ, അത് മാത്രമേ ഈ ആലയത്തിലുള്ളൂ. എന്നിട്ട് ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നു എങ്കിൽ അത് തരാം. ഉണ്ടോ? ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നു എങ്കിൽ ഈ വിശുദ്ധമായ അപ്പം തരാം. അപ്പൊ നോക്കിയേ, ഉപവാസ പ്രാർത്ഥനയിൽ ഇത് പ്രത്യേകാൽ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നും എക്കാലവും മാറി. ഇന്ന് ചിലരുണ്ട് കുടുംബബന്ധം വേണ്ട, കുടുംബജീവിതം വേണ്ട, ഭർത്താവിനെ വിട്ടേച്ച് ഭാര്യ വരിക, ഭാര്യയെ വിട്ടേച്ച് ഭർത്താവ് പോവുക. അത് പാടില്ല. രണ്ടുപേരും ഒരുമിക്കണം. എന്തിനാ? അജിതേന്ദ്രിയത്വ നിമിത്തം അല്ലേ? നിങ്ങൾ വീണ്ടും ഒരുമിക്കണം. പോട്ടെ, ഞാനത് വിടുകയാണ്. എത്ര ദിവസമാണ് ഉപവസിക്കുന്നത്? അല്ല, ഈ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ വാക്യം വായിക്കാം. വാടിയ മുഖം കാണിച്ചു ഉപവസിക്കരുത്. വാടിയ മുഖം കാണിച്ചു, അയ്യോ ഞാൻ ഉപവാസമാണ്, ഒന്നും കഴിക്കുന്നില്ലേ, വാടിയ മുഖം കാണിക്കരുത്. വായിക്കാം. മത്തായി 6-ാം അധ്യായം 16-17. വായിക്കേണ്ട സമയമില്ലല്ലോ. മത്തായി 6:16-17. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, പരീശന്മാരോട് പറയാം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരോട് പറയാം, നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത്. ഇനി എത്ര ദിവസമാണ് ഉപവസിക്കുന്നത്? ഉപവാസത്തിന് ഒരു നിശ്ചിത ടൈം ഉണ്ടോ? വേദപുസ്തകം ഞാൻ വായിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ പുറകെയായിരുന്നു. ഇതിനൊരു നിശ്ചിത ടൈം ഇല്ല. എന്നാൽ വേദപുസ്തകത്തിൽ പല സമയങ്ങളിൽ ഉപവസിച്ചവരുണ്ട്. ഒന്ന്, പകല് മാത്രം ഉപവസിച്ചവരുണ്ട്. രാത്രി കഴിക്കും, പകല് മാത്രം ഉപവസിക്കുന്നത്. അത് ഉപവാസമാണോ? ഉപവാസം തന്നെയാണ്, പകല് മാത്രം. വാക്യം ന്യായാധിപന്മാർ 20:26. ന്യായാധിപന്മാർ 20:26. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബേഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ച് പാർത്ത്. സന്ധ്യ വരെ ഉപവസിച്ചു. ഉണ്ടോ? പകല് മാത്രമുള്ള ഉപവാസം, അതും ഉപവാസമാണ്. വേറെ വാക്യങ്ങളൊന്നും വായിപ്പിക്കുന്നില്ല. 2, രാത്രി മാത്രമുള്ള ഉപവാസം. ചിലർ പകല് കഴിക്കും, രാത്രി കഴിക്കത്തില്ല. മുസ്ലിംസിൻ്റെ ഉപവാസമല്ല, ദൈവമക്കളും അങ്ങനെയുണ്ട് അല്ലേ? രാത്രി ഒരു നേരം വേണ്ടെന്ന് വെച്ച് ഭക്ഷണം വേണ്ട. പകല് ഉച്ചയ്ക്കൊക്കെ കഴിക്കും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും, ഉച്ചയ്ക്ക് രാത്രി കഴിക്കത്തില്ല. അതും ഉപവാസം തന്നെയാണ്. നോക്കാം, ദാനിയേൽ 6:18. ദാരിയാവേശ് ചെയ്തത്. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. ഉപവസിച്ച് രാത്രിയിലെ ഉപവാസം, അതും ഉപവാസമാണ്. ഇനി ഒരു ദിവസത്തെ ഉപവാസം, അതായത് പകലും രാത്രിയിലും ഉപവസിക്കുക. ശമൂവേലിന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. പിന്നെ ആ ദിവസം ഉപവസിച്ചു. ഒരു ദിവസത്തെ ഉപവാസം. ഇനി ആഴ്ചയിൽ 2 ദിവസത്തെ ഉപവാസം, 2 പ്രാവശ്യം. ലൂക്കോസ് 18:12. ലൂക്കോസ് 18:12. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. 2 വട്ടം ഉപവസിക്കുക പരീശന്മാർ. ആഴ്ചയിൽ 2 വട്ടം, 2 ദിവസം ഉപവാസം. ഇനിയും 3 ദിവസത്തെ ഉപവാസം ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9:9. 3 ദിവസത്തെ ഉപവാസം. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിക്കുക. ആര്? ശൗല്. അതാ നമ്മുടെ സഭകളിലൊക്കെ എല്ലാ മാസവും 3 ദിവസത്തെ ഉപവാസം. അത് വേണോ? എല്ലാ മാസവും അങ്ങനെ വേണോ? അത് വരാൻ, വാക്യത്തിലേക്ക് വരാൻ ഞാൻ. സ്തോത്രം. 3 ദിവസത്തെ ഉപവാസം. ഇനിയും 7 ദിവസത്തെ ഉപവാസം. 7 ദിവസം, ഒരാഴ്ച ഉപവാസം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയാൽ 7 ദിവസം ഉപവസിക്കാം. ഇന്ന് രാത്രി മുതൽ തുടങ്ങിയാൽ 6 ദിവസം ഉപവസിക്കാം. നമ്മുടെ ഇപ്രാവശ്യത്തെ ഉപവാസം തീരുന്നതിന് മുമ്പ്. അപ്പോസ്തല പ്രവൃത്തി, ശമൂവേലിന്റെ 1-ാം പുസ്തകം, 31-ാം അധ്യായം 13-ാമത്തെ വാക്യം. 31. അവരുടെ അസ്ഥികളെ അവർ എടുത്ത്
യാബേശിലെ പിചുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ ശൗലിന്റെയും അവന്റെ മക്കളുടെയും അസ്ഥികളെ എടുത്ത് അതുകൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്നിട്ട് ചെയ്ത കാര്യമാ അടുത്തത്. 7 ദിവസം ഉപവസിച്ചു. 7 ദിവസം അവർ ഉപവസിച്ചു. അയ്യോ, ശൗലിനും മക്കൾക്കും ഈ ഗതികേട് എത്തിയല്ലോ എന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ അവർ ജനം യാബേസ്യർ ഉപവസിച്ച് നിലവിളിക്കുകയാണ്. ഇനി 14 ദിവസത്തെ ഉപവാസം, 14 ദിവസം ഉപവസിച്ചവരുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 33-34 വാക്യങ്ങൾ. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. 14 ദിവസത്തെ ഉപവാസം, പ്രതികൂലത്തിന്റെ നടുവിൽ, കാറ്റും കോളും ആഞ്ഞടിച്ചതിന്റെ നടുവിൽ ഈ ജനം, കപ്പലിലുള്ളവർ എല്ലാവരും 14 ദിവസം ആഹാരം കഴിക്കാതെ ഉപവസിച്ച് നിലവിളിക്കുക. ഇനി അടുത്തത് 21 ദിവസം, നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന 21 ദിവസത്തെ ഉപവാസം ബൈബിളിലുണ്ടോ? ദാനിയേൽ 9-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചകനോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ഉപവസിച്ച ദാനിയേൽ. ഇനി അതിന്റെ 10-ാം അധ്യായം 2-ാം വാക്യം ഇതിനോട് ബന്ധത്തിലാണ്. 10-2. അക്കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും 3 ആഴ്ചവട്ടം 7-3-21 3 ആഴ്ചവട്ടം 21 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ച ദാനിയേൽ. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഇനി 40 ദിവസത്തെ ഉപവാസം. 40 ദിവസം. നമ്മുടെ ആയുസിൽ ഒരു പ്രാവശ്യമെങ്കിലും 40 ദിവസം ഇരിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പം എല്ലാവർക്കും ഉപവസിക്കുന്ന 56 പേർക്കും അറിയാം ഇനി എത്ര ദിവസം വേണേലും ഉപവസിക്കാം എന്നുള്ള ആ കണ്ടീഷനായി പോകുന്ന സ്വത്രം. വാക്യം ആവർത്തനം 9-ാം അധ്യായം 9-18 വാക്യങ്ങൾ. മോശ 2 വട്ടം 40 ദിവസം ഇരുന്നു ഉപവാസത്തിന്. യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ പലകകളായ കൽപ്പലകകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. മതി, ആഹാരം കഴിക്കാതെ ഉപവസിച്ച് 40 രാവും 40 പകലും. ഇനി അതിന്റെ 18-ാം വാക്യം കൂടി. പിന്നെ യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം രണ്ടാമത്തെ പ്രാവശ്യവും മോശ, വാക്യം വായിപ്പിക്കുന്നില്ല, ആ പർവ്വതത്തിൽ കയറി 40 ദിവസം അവൻ ഉപവസിച്ചു. അപ്പൊ 2 പ്രാവശ്യം മോശ 40 ദിവസം വീതം ഇരുന്നു ദൈവസന്നിധിയിൽ. ഇനിയും 40 ദിവസം ഇരുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ആരാന്ന് ഓർമ്മയുണ്ടല്ലോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലേ? മത്തായി എഴുതിയ സുവിശേഷം വായിക്കണ്ട, 4-ാം അധ്യായം 2-ാം വാക്യം. അവൻ 40 ദിവസം ഉപവസിച്ചു, അവന് വിശന്നു. 8-ാം അധ്യായം 19-ാം വാക്യം. സെക്കറിയാവ് 8-19. മാസം തോറും മാത്രമല്ല. ഇപ്പം ഞാൻ മാസം തോറും പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മാസം ഞങ്ങളും മാസം തോറും ഇരുന്നോളാം. അല്ല, തുടർമാനമായി ഉപവസിക്കണം. ഉപവസിക്കാൻ സാഹചര്യം വരുമ്പോൾ ദൈവസന്നിധിയിൽ ഉപവസിച്ചേ മതിയാവും. നമുക്ക് വായിക്കാം, തുടർമാനമായി ഉപവസിച്ചോന്ന് സങ്കീർത്തനങ്ങൾ 109. സങ്കീർത്തനം 109-ന്റെ 24-ാമത്തെ വാക്യം. എന്റെ മുഴങ്കാലുകൾ, എന്റെ ദാവീദ് പറയാ, എന്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു. ഈ ഉപവാസം കൊണ്ട് എന്ത് ചെയ്യുന്നു? വിറയ്ക്കുന്നു. മതി മതി മതി. കണ്ടിന്യൂസ് ഉപവസിക്കുന്ന ദാവീദ്, അവന്റെ കാലുകൾക്ക് ബലമില്ല. ഉപവാസം കൊണ്ട് അവന്റെ കാലുകൾ എന്ത് ചെയ്യുന്നു? വിറയ്ക്കുന്നെന്ന്. നമുക്ക് ദാവീദിനോട് ചോദിക്കാം, എന്നാൽ ദാവീദ് ഉപവാസം നിർത്തിക്കൂടെ? ഇല്ലില്ല, വിഷയങ്ങളുടെ മുഖത്ത് ജയമെടുക്കണമെങ്കിൽ എനിക്ക് ഉപവാസം അനിവാര്യമാണ്. 5-ാമത്തെ വിഷയം കൂടി ഒന്ന് തൊട്ടു പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനത്തിനെതിരെ ഉപവാസം ഉണ്ടോ? ഇപ്പൊ ഇത്രയും വായിച്ചത് ദൈവജനത്തിന് ഉപവാസമാണ്. ഇനി ദൈവമക്കൾക്കെതിരെ വേറെ ഉപവാസമുണ്ടോ? വാക്യം രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 21-ാം അധ്യായം 8, 9,
12. അങ്ങനെ അവൾ ആഹാബിന്റെ പേര് എഴുത്തെഴുതി അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതിയിരുന്നത് എന്തെന്നാൽ, നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കണം. നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്തിരുന്നു. നിഷ്കളങ്കനായ നാബോത്തിനെ തകർക്കേണ്ടതിന്, അവനെ നശിപ്പിച്ച് അവനെ കൊന്ന് അവന്റെ അവകാശമായ മുന്തിരി തോട്ടത്തെ പിടിച്ചെടുക്കേണ്ടതിന് ഒരു എതിർ ഉപവാസം ഇവിടെ ഈസബേൽ പ്രഖ്യാപിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിനക്കെതിരെ ആരൊക്കെ ഉപവസിച്ചാലും നിന്റെ നന്മയെ പിടിച്ചെടുക്കാൻ, നിന്റെ അനുഗ്രഹത്തെ പിടിച്ചെടുക്കാൻ ഉപവസിക്കുന്ന അന്യായ ഉപവാസങ്ങളെ എൻ്റെ ദൈവം തകർക്കും. സോദരൻ, നിഷ്കളങ്കനായ നിരപരാധിയായ നാബോത്തിനെ ഉപവാസം വെച്ച് അവനെ കല്ലെറിഞ്ഞ് കൊന്ന് അവന്റെ അവകാശത്തെ പിടിച്ചെടുക്കാൻ പോയ ആഹാബിന്റെ നേർക്ക് ദൈവം തമ്പുരാൻ ഏലിയാവിനെ അയച്ചു. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിനക്കെതിരെ ആര് ഉപവസിച്ചാലും ഇന്നലെ പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ ഉപവസിച്ച് പൊരുതുന്ന അന്യായ ശക്തികളെ ഇന്ന് പകൽക്കാലം ഞാൻ വെട്ടുകയാണ്. യേശുവിന്റെ നാമത്തില് ആ ബന്ധനത്തെ ബ്രേക്ക് ചെയ്യുന്നു. സ്തോത്രം. പുതിയ നിയമത്തിൽ ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാനുള്ള ബന്ധത്തിൽ നിന്നിട്ട് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 23-ാം അധ്യായം 12, 14, 21 വാക്യങ്ങൾ, 12 വാക്യം മാത്രം വായിക്കാം. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നു കളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തു ഏകദേശം 40ഓളം പേര് എന്തിനു വേണ്ടിയാ ഉപവസിക്കുന്നേ? പൗലോസിന്, അഭിഷിക്തനായ പൗലോസിനെ തകർക്കണം, അവനെ ഇല്ലാതാക്കണം. 14 വാക്യം വായിച്ചേ. മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്ന് ഞങ്ങൾ പൗലോസിനെ കൊന്നു കളയുവോളം ഒന്നും ആസ്വദിക്കയില്ല എന്നൊരു ഒന്നും ആസ്വദിക്കത്തില്ലെന്ന് ഉപവസിക്കുക. എന്താ ഇവരുടെ ഉപവാസത്തിന്റെ വിഷയം? അഭിഷിക്തനെ തകർക്കണം. ദൈവത്തിന്റെ പൈതലെ, നിന്നെ തകർക്കാൻ ദൈവത്തിന്റെ അഭിഷിക്തയായ നിന്നെ തകർക്കാൻ എത്ര ശത്രു ഉപവാസം ഡിക്ലെയർ ചെയ്താലും ഇല്ല ഇല്ല ഇല്ല, അത് നടക്കത്തില്ല. വിശ്വസിച്ച് നമുക്ക് വിടുതൽ ഏറ്റെടുക്കാം. നിനക്കെതിരെ ശത്രു ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ആമേൻ. ഒരു ദൈവ പൈതലിനെതിരെ ആര് കരമുയർത്തിയാലും, ദൈവ പൈതലിനെതിരെ ആര് ഉപവസിച്ചാലും അത് വിലപ്പോകത്തില്ല, അത് സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ, സംരക്ഷണം നിന്റെ മേൽ അവൻ ഇട്ടിട്ടുണ്ട്. കണ്ണുകളടയ്ക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത്, അവൻ്റെ തലമുറയിൽ ദൈവം അത് നിവർത്തിച്ചു കൊടുത്തെങ്കിൽ, ഇന്ന് പകൽക്കാരൻ ദൈവപൈതലെ, നിന്നോടുള്ള വാഗ്ദത്തം, നിന്റെ കുടുംബത്തോടുള്ള വാഗ്ദത്തം നിന്റെ തലമുറയിൽ അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ആമീൻ. കഴിഞ്ഞ 14-15 ദിവസങ്ങളിലായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര ശ്രേഷ്ഠമായ ദൂതുകളായിരുന്നു.
കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കും. ഈ സഭയ്ക്കകത്തുനിന്ന് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. നമ്മുടെ തലമുറയിൽ നിന്ന് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ആമേൻ. സ്തോത്രം, സ്തോത്രം. അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം അവന്റെ സന്തതിയുടെ മേൽ, സന്തതിയുടെ സന്താനത്തിന്റെ മേൽ ഒക്കെ നിവർത്തിച്ചെങ്കിൽ ദൈവ പൈതലേ, നിന്നോടുള്ള വാഗ്ദത്തം അവൻ നിവർത്തിക്കുന്ന ദൈവമാ. പോരാ, ഉപവാസം എങ്ങനെയായിരിക്കണം, ആരുപവസിക്കണം, ഉപവാസം വേണോ എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ. ദൈവവചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് പകൽ അവിടുത്തെ വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിൻ്റെ കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, ആമീൻ. ഇത്രയും സമയം ശാന്തമായി ഇരുന്ന് വചനം കേൾക്കാൻ നിങ്ങളുടെ താല്പര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.